ആളുകേറാമല കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ്. കൊല്ലപ്പെട്ടത് പ്രതിയെന്ന് സംശയിച്ചിരുന്ന അനിൽകുമാർ തന്നെയെന്ന് പോലീസ് കണ്ടെത്തൽ. DNA പരിശോധനയിലാണ് കൊല്ലപ്പെട്ടത് അനിൽകുമാർ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. കൊല നടത്തിയ ആളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23-നാണ് പുനലൂരിൽ ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചങ്ങലയിൽ പൂട്ടി മരത്തിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പക്ഷേ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്താനാകാതെ പോലീസ് കുഴങ്ങി. അഴുകിയ മൃതദേഹമായതിനാൽ മുഖവും തിരിച്ചറിയാനായില്ല. ഇത് കേസന്വേഷണത്തിൽ പോലീസിന് പ്രതിസന്ധിയായി. സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയ പോലീസ് 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിനിടയിലാണ് ആളുകേറാമലയ്ക്ക് 2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യം നിർണായകമായത്. ദൃശ്യത്തിലുണ്ടായിരുന്ന അനിൽകുമാറിന്റെ പക്കൽ പെട്രോളും ഉണ്ടായിരുന്നു. പിന്നാലെ ഈ വഴിക്കായി പോലീസിന്റെ അന്വേഷണം. അനിൽകുമാറാണ് പ്രതിയെന്ന് കണക്കുകൂട്ടിയ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. പക്ഷെ പ്രതി കാണാമറയത്ത് തന്നെ തുടർന്നു. അന്വേഷണ ദിശയിൽ സംശയം തോന്നിയ പോലീസ് നിർണായക നീക്കം നടത്തി. അനിൽകുമാറിന്റെ ബന്ധുവിന്റെ DNA-യുമായി മൃതദേഹത്തിന്റെ DNA പരിശോധനയ്ക്കായി അയച്ചു. ഫലം വന്നപ്പോൾ അന്വേഷണത്തിൽ ട്വിസ്റ്റ്. ചങ്ങലയിൽ ബന്ധിച്ച നിലയിലുള്ള മൃതദേഹം അനിൽകുമാറിന്റേത്. അപ്പോൾ കൊല നടത്തിയത് ആരാണ്? ആ നിർണായക ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. അതിനുള്ള ഊർജിത ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് മലയാളം, കൊല്ലം.